ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെർമിസെല്ലി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മെഷറിംഗ് കപ്പിന് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ വെർമിസെല്ലി കൂടുതലായാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല. ഏകദേശം ഈ ഒരു രീതിക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിക്കുന്ന ടൈമിൽ പാടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ നമ്മളിവിടെ ഫ്രൂട്ട്സും ചേർക്കുന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സേമിയ ചേർക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചായിരിക്കും ഇരിക്കുക. അത് കുഴപ്പമില്ല, പാലായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും. പിന്നെ നമ്മളിത് നെയ്യിൽ വറുത്തെടുത്ത കാരണം ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, സാദാ പാൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെർമിസെല്ലി മിക്സിലേക്ക് ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മിക്സ് നന്നായിട്ട് കട്ടിയാവും. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ മിക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയാലോ. ഇതപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സേമിയയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ മാതളനാരങ്ങ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പപ്പായ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിതൊരു ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെർമിസെല്ലിയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റോ റിലേറ്റീവ്സ് ഒക്കെ വരുവാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയൊരു സ്പെഷ്യൽ ഡ്രിങ്കെന്നോ അല്ലെങ്കിൽ ഡെസേർട്ടെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.